ഇന്ത്യക്ക് വേണ്ടി ത്രോബോൾ ടെസ്റ്റ് സീരീസിൽ മാറ്റുരയ്ക്കാൻ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി. ദേശീയ ടീമിൽ ഇടം പിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അൽത്താഫ് അയൂബ്. ഡിസംബർ 16 മുതൽ 20 വരെ നേപ്പാളിലാണ് മത്സരം. വോളിബോൾ താരമായിരുന്ന അൽത്താഫിനെ കാഞ്ഞിരപ്പള്ളി മൈക്ക സ്കൂളിലെ കായികാധ്യാപകനായ പ്രദീപ് ശേഖരനാണ് ത്രോബോളിലേക്ക് തിരിച്ചുവിട്ടത്. ഞാൻ 7 വന്ന് സ്കൂളിൽ കയറി. അതിന് 7 എൻ്റെ വോളിബോൾ കളിയും പഠനവുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പ്രദീപ് സാറിൻ്റെ വാക്കുകളാണ് എന്നെ ഇന്ന് ഈ ത്രോബോളിൽ എത്തിക്കുന്നത്. പ്രദീപ് സാറ് എന്നോട് പറഞ്ഞു, ത്രോബോൾ നിന്നെ കൊണ്ട് കളിച്ചാൽ പറ്റും, നിന്നെ കൊണ്ട് ഒരു നല്ല നിലയിലെത്താൻ കഴിയും എന്നുള്ള പ്രദീപ് സാറിൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ ത്രോബോളിലേക്ക് കടന്നു വരുന്നത്. ആ വാക്കുകൾ എന്നെ ഇന്ന് ഇന്ത്യ ടീമിൽ വരെ എത്തിച്ചു. അത് എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവും ഉള്ളൊരു കാര്യമാണ്. കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം ഖദീജ മൻസിലിൽ അയ്യൂബിൻ്റെയും സുമിയുടെയും മകനാണ് അൽത്താഫ്. ബിസിനസ്സുകാരനായിരുന്നു പിതാവ്. അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട് കിടപ്പിലായതോടെ അൽത്താഫിൻ്റെ ജീവിതവും പ്രതിസന്ധിയിലായി. ഇതോടെ വീട്ടുകാര്യങ്ങളും നോക്കേണ്ടി വന്നു. ഇതിനിടയിലാണ് ത്രോബോൾ പരിശീലനവും മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ ഇപ്പം രാവിലെ അത്തച്ചി വീണതിട്ട് 3 വർഷമായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഫാമുണ്ട്, ഫാമിൽ നിന്ന് പാലെടുത്ത് വിറ്റാണ് ജീവിക്കുന്നത്. അപ്പോൾ രാവിലെ 6:30 സ്കൂളിൽ പാല് കൊണ്ട് കൊടുത്ത് വന്നിട്ട് കുളിച്ച് വൃത്തിയായി രാവിലെ സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ്സിന് ഒരു 8:30 ആകുമ്പോൾ കയറണം. അപ്പോൾ അതിന് പോകുക, എന്നിട്ട് വൈകിട്ട് കോച്ചിങ് കഴിഞ്ഞ് വീണ്ടും 6 മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരിക. ഇങ്ങനെയാണ് ജീവിതം കൊണ്ടുപോകുന്നത്. രാവിലെ പാല് കൊടുത്താണ് ഞങ്ങളിപ്പോൾ സ്വന്തം വരുമാനം കണ്ടെത്തുന്നത്. അൽത്താഫ് രാജ്യത്തിനു വേണ്ടി ജേഴ്സി അണിയുന്നത് കാഞ്ഞിരപ്പള്ളി മൈക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ആദ്യമായിട്ടാണ് സ്കൂളിൽ നിന്നും ഒരു കായിക താരം രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.